സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ധാരാളം വ്യക്തികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും പ്രതികരിക്കുന്നത്? കുറ്റപ്പെടുത്തലുകൾ അകറ്റുകയുള്ളൂ, ഒരിക്കലും അടുപ്പിക്കില്ല സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും ദമ്പതിമാരെ തമ്മിൽ അടുപ്പിക്കില്ല, അത് അകറ്റുകയുള്ളൂ. ഇനി നല്ല സുഹൃത്ത് ബന്ധങ്ങളാണെന്ന് ഓർക്കുക, അവിടെയും ഈ കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിൽ അവ ആ സുഹൃത്തുക്കളെ എന്നേക്കുമായിട്ട് അകറ്റിക്കളയുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്, കുറ്റപ്പെടുത്താൻ തോന്നും. നമ്മുടെയൊക്കെ വിചാരങ്ങൾ പോലും യുക്തികൾ പോലും കുറ്റപ്പെടുത്താനായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അച്ചോ, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ, മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത വ്യക്തികൾ, അവർ കൂടെ നിൽക്കാതെ വന്നപ്പോൾ, അവർ നമ്മെ ഒട്ടും മനസ്സിലാക്കാതെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആ സമയത്തൊക്കെ ശക്തിയേറിയ വാക്കുകളിലൂടെ അവരെ കുറ്റപ്പെടുത്തി, ചിലപ്പോഴൊക്കെ അവരെ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവര് പതുക്കെ പതുക്കെ അകന്നുപോയി. പിന്നെ വലിയ ദുഃഖവും വേദനയും വീണ്ടും വീണ്ടും അവരെ കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ എന്തു ചെയ്തു? പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വലിയ വേദന കൊടുക്കുന്ന, മുറിപ്പെടുത്തുന്ന മെസ്സേജസ് ഒക്കെ അയച്ചു. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി. അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷേ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അകന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്കറിയാലോ, വലിയ വേദന ദുഃഖമൊക്കെ ഉണ്ടാകുമ്പം കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവരെ നിൽക്കാതെ വന്നു കഴിയുമ്പോൾ, ഒരു സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് തരാതെ വന്നു കഴിയുമ്പം, നമ്മെ മനസ്സിലാക്കാതെ വന്നു കഴിയുമ്പം നമുക്കൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ?